ഇന്നും ഇന്നലെ ആയിട്ട് ന്യൂസ് ചാനൽസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാന്തപുരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമം അനുവദനീയമല്ല. മെക്സവനെതിരെ പരോക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത. ഓക്കെ, അപ്പോൾ വിഷയം വേറൊന്നുമല്ല, എത്രയോ കാലങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. സ്ത്രീ പുരുഷൻ നോ നോ എന്നുള്ളത് മുസ്ലിമിനെതിരാണ്, ഇസ്ലാമിനെതിരാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ജിമ്മിൽ ഇപ്പോൾ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ജിമ്മ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സ്പോർട്ട് ഇവൻ്റ് വരെ ഇടകലർന്നുകൊണ്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് തന്നെ മറയില്ലാതെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചാൽ, അപ്പോൾ അന്യപുരുഷൻ അന്യ സ്ത്രീ, നോ മിംഗ്ലിങ്, നോ ഇടകലർ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ചർച്ച. ഞാനിപ്പോൾ ഇതിങ്ങനെ സർക്കാസ്റ്റിക്കായിട്ട് പറയാൻ കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, നമുക്ക് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, നമുക്ക് ആ വിഷയങ്ങളൊന്നും ഇല്ലടേ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ ആദ്യമേ പറയുന്നു, എന്നെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം. ഇനി പുതിയതായിട്ട് വന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യാൻ തുടങ്ങിയവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇന്ത്യൻ പൗരനാണ്. വളരെ മാന്യമായിട്ട് എൻ്റെ കണ്ണിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളത് മാന്യതയുടെ ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് പറയുക എന്നുള്ള കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ ചോദ്യമായിട്ട് ആരും വരണ്ട. മുസ്ലിങ്ങളോടല്ലേ പറഞ്ഞേ, മുസ്ലിങ്ങളോട് പറഞ്ഞ ഈ ആരായി ചോദിക്കാൻ, ആ സാധനം വേണ്ട. ആരോട് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വന്നല്ലോ, കണ്ടല്ലോ, ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, അഭിപ്രായം പറയാം മാന്യമായിട്ട്. അപ്പം എന്താണ് ഇവിടെ കാന്തപുരം പറഞ്ഞെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. ആൻഡ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദിസ് മെക്സവൻ. ഈ മെക്സവൻ എന്താണെന്നും കാന്തപുരം ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ആദ്യം കാന്തപുരം പറഞ്ഞത് നോക്കാം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി പഴയ കാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം സ്ത്രീകൾക്ക് വളരെ ഹയാ ഉണ്ടായിരുന്നു. പുരുഷന്മാരെ കാണുന്നതും പുരുഷന്മാരെ കേൾക്കുന്നതും ആവശ്യത്തിന് നിർബന്ധത്തിന് മാത്രം, അതിന് ചില നിബന്ധനകളോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിന്റെ നിർദ്ദേശം പാലിച്ചു വരികയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ചെയ്തിരുന്നത്. ഈ മറ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് പഠിപ്പിച്ച് ഇപ്പോൾ വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ പോയിട്ട് കേട്ടത്. ഏതോ നൂറ്റാണ്ടിൽ ലോക്കായ മനുഷ്യനാണ്. മൂപ്പർക്ക് ഇപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റിയിട്ടില്ല. അപ്പം പിന്നെ മൂപ്പര് ഈ പറഞ്ഞ മാതിരി മറ പോയി മക്കളെ, മറ ഉണ്ടെങ്കിലേ ഇനി ലോകം മുന്നോട്ട് പോകും. സ്ത്രീയും പുരുഷനും മറ നീക്കിയിട്ട് തമ്മിൽ കണ്ടാലോ പരസ്പരം സംസാരിച്ചാലോ ഇരുന്നാലോ നിന്നാലോ ഒക്കെ ഭയങ്കര സീനാണ്. അങ്ങനെ ആ ലൂപ്പിൽ, ഏതോ നൂറ്റാണ്ടിലെ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം മാറാൻ പോകുന്നില്ല, ഒരിക്കലും മാറണം എന്നുള്ള താല്പര്യവും കാണില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ വിറ്റിട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള ആളുകളത്. സോ ഇതൊന്നും നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്നു, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഇനി പറയുമ്പോൾ ഇന്ന തെറി വിളിക്കാൻ കുറേ ടീം കാണും. ആര് വന്നിട്ട് ഒരു കാര്യമില്ല, സമസ്ത വന്നാലും കാന്തപുരത്തിൻ്റെ ടീം വന്നാലും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. കാരണം ഒരു രാജ്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈക്വൽ കോൺട്രിബ്യൂഷൻ വേണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ് ലോകം, എവിടെ എടുത്ത് നോക്കിയാലും ദർ ഈസ് എ മെയിൽ ഡോമിനൻസി, എല്ലാം പറയാം. പക്ഷേ ഇനി അങ്ങോട്ട് ലോകത്തിൻ്റെ വളർച്ച, ലോകം മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു നാട് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു വീട് മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ആൻ ഈക്വൽ കോൺട്രിബ്യൂഷൻ ഫ്രം മെൻ ആൻഡ് വുമൻ. ആണും പെണ്ണും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഈ കോൺട്രിബ്യൂഷൻ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആണ് പുറത്ത് പോയി ജോലി എടുക്കുന്ന പോലെ തന്നെ പെണ്ണും പുറത്ത് പോയി ജോലി എടുക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ നമ്പറാണ് കൂടുതൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് വരുന്ന സ്ഥലത്ത് പെണ്ണിന് നിൽക്കാൻ പാടില്ല, ആണും പെണ്ണും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ എന്തോ വലിയ പ്രശ്നമാണ്. ആണും പെണ്ണും കണ്ടുപോകരുത്. ഓക്കെ, ഇതൊക്കെ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയണേ എന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഇതൊക്കെ മാറേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്.
ഒരുപാട് കാലം ഇതിൻ്റെ ചർച്ചകളും നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാന്തപുരത്തിനെ പോലുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ കാന്തപുരം ഇത് പറയാനുണ്ടായ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ MEC7, വാട്ട് ഈസ് MEC7? MEC7 എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബോ നിങ്ങൾക്കുള്ള സോഷ്യൽ മീഡിയ ആപ്പിലൊന്ന് തപ്പിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് MEC7 എന്താണെന്ന് മനസ്സിലാവും. MEC7 റിലേറ്റഡ് ആയിട്ട് കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഈ അടുത്ത കാലത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് MEC7 തുടങ്ങിയ സമയത്ത് ഇത് കുറച്ച് ഗ്രാവിറ്റി കൂടിയിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ MEC7നെ കുറിച്ചിട്ട് പി മോഹനൻ, ഓക്കെ, CPIMൻ്റെ പി മോഹനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു വൻ തീവ്രവാദ സംഘടനയാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ ടു ബി ഹോണസ്റ്റ് ചോദിക്കുകയാണ്, ഇപ്പം ഞാനും ഈ സംഗതി ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഞങ്ങളുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി തുടങ്ങിയ സമയത്ത് നമ്പർ ഓഫ് മുസ്ലിംസ് വളരെ കൂടുതലാണ്, മുസ്ലിം നാമധാരികളായ വ്യക്തികളുടെ എണ്ണം കൂടുതലാണ്. ആൻഡ് ഈ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, അങ്ങ് കോഴിക്കോട് ഇങ്ങനത്തെ ബെൽറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. അതിൽ തന്നെ മുസ്ലിംസാണുള്ളത്. സോ ATS അടക്കമുള്ള പല എന്താ പറയുക ഗ്രൂപ്പുകളും ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. കാരണം ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ഭീകരവാദം നടത്തുന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു. എന്ത് നാടയുടെ ഇത് എനിക്കറിയാൻ പാടില്ല. സീരിയസ് ആയിട്ട് ഈ MEC7 എന്ന് പറഞ്ഞത് ഒരു ഹെൽത്ത് ക്ലബ് പോലത്തെ ഒരു സെറ്റപ്പാണ്. MEC7 എന്താണെന്നുള്ളതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവിടെ വയ്ക്കാം. ആൻഡ് ഈ പറഞ്ഞ വ്യക്തി നമ്മുടെ പി മോഹനൻ ഫസ്റ്റ് ഈ ഒരു കോൺട്രവേഴ്സി MEC7നെ കുറിച്ച് എടുത്തെറിഞ്ഞതും എന്താണെന്ന് വെക്കാം. കാരണം MEC7 എന്താണെന്ന് പറഞ്ഞാൽ കാന്തപുരം പറഞ്ഞതിലേക്ക് നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഞാൻ പറയുന്നത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ഇവിടെ ഈ സാധനം എവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സീരിയസ് ആയിട്ട് ഒരു കൂട്ടം മുസ്ലിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, മുസ്ലിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്താൽ, അല്ലെങ്കിൽ മുസ്ലിം ആളുകളായിട്ടുള്ള വ്യക്തികളുടെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ അതിനകത്ത് ഹിന്ദുക്കൾ ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതിനകത്ത് പേരിന് 2 3 മുസ്ലിംസ് വന്നു കഴിഞ്ഞാൽ അടക്കം അന്വേഷണ ഏജൻസികൾ വരുന്നു, അന്വേഷണം വരുന്നു. മാൻ, ഓക്കെ, നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ട്രാക്ക് ചെയ്യാം. നോർമലായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കൂട്ടം കൂടും, ഗ്രൂപ്പ് ഉണ്ടാക്കും, അവരവരുടെ ആക്ടിവിറ്റീസ് ചെയ്യും. നിങ്ങൾ ഹിന്ദുക്കളൊരു കൂട്ടം കൂടി അവിടെ പോയിട്ട് നിങ്ങൾ തീവ്രവാദം ഉണ്ടെന്ന് പറഞ്ഞാൽ ചകഞ്ഞു നോക്കുമോ? ക്രിസ്ത്യൻസ് ഒരു കൂട്ടം കൂടി നിങ്ങൾ അവിടെ പോയി ചകഞ്ഞു നോക്കുമോ? എന്ത് ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും തീവ്രവാദം കാണിക്കുന്നവരില്ലേ? എനിക്ക് കുറേ കാലമായിട്ട് സംശയമാണ് ഇതിൽ മാത്രം എന്താ എത്ര വലിയ സീനിരിക്കണേ എന്നുള്ളത്. അപ്പം എന്താണെങ്കിലും MEC7 ആണ് വിഷയം. ഇവിടെ കാന്തപുരത്തിൻ്റെയും വിഷയം MEC7 ആണ്. ഈ പറഞ്ഞ സുന്നി വിഭാഗത്തിൻ്റെ ഇതും AP-ൻ്റെ ഒക്കെ വിഷയം MEC7 ആണ്. CPIMൻ്റെ വിഷയവും MEC7 ആയിരുന്നു. അപ്പം MEC7 തന്നെയാണ് ഇവിടുത്തെ വിഷയം. വാട്ട് ഈസ് MEC7? MEC7 ഈസ് എ ഹെൽത്ത് ക്ലബ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ സൈഡിൽ കാണുന്നുണ്ടാവും. രാവിലെ ഒരു കൂട്ടം ആളുകൾ, ഓക്കെ, 10-22 മിനിറ്റ് ഒരു കണക്കുണ്ട്, അത്രയും മിനിറ്റ് നേരം കുറേ ആക്ടിവിറ്റീസ്, സൂംബ ഉണ്ടാവും, യോഗ ഉണ്ടാവും, അങ്ങനെ പല പല വ്യായാമ രീതികളുടെ ഓരോ പോർഷൻസ് ആയിട്ട് എടുത്ത് വെച്ച് അവരൊരു കൂട്ടമായി വന്ന് ഗ്രൂപ്പ് ഗ്യാതറിങ് ക്ലാസ്സുകളാണ്. അതാണ് സംഗതി. രാവിലെകളിലാണ് ഈ സംഭവം നടക്കാറ്. ഇത് പെട്ടെന്ന് ഭയങ്കര സക്സസ്ഫുൾ ആവുന്നു. കേരളത്തിലെ പല ഭാഗങ്ങളിൽ, എസ്പെഷ്യലി മലബാർ ബെൽറ്റിൽ ഭയങ്കര സക്സസ്ഫുൾ ആവുന്നു. വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുന്നു, രാവിലെകളിൽ ഇവർ ഒത്തുകൂടുന്നു. ആൻഡ് പീപ്പിൾ ലൈക്ക് മെജോറിറ്റി പീപ്പിൾ ലൈക്ക് എന്താ പറയുക, ഒരു 45 മുതൽ 70 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ്. യങ് യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ ശേഷം കുറവുള്ളൊരു, ഇപ്പോൾ പിന്നെ ആ ബെൽറ്റിൽ കുറേ കയറി ഒരുപാട് കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ തുടക്ക സമയത്തൊക്കെ എങ്ങനെയായിരുന്നു. ആൻഡ് വാട്ട് ഈസ് MEC7 എന്നുള്ളതിൻ്റെ ഒരു ചുരുക്ക കാര്യം, അതായത് ഈ MEC7 എന്താണെന്നും MEC7ൻ്റെ വിവാദം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനം എങ്ങനെ MEC7-എതിരെ വന്നു എന്ന് പറഞ്ഞ സമയത്ത് 24 ന്യൂസിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ്. ഈ MEC7 നേരത്തെ ഇപ്പോൾ സമീർ ബിൻ കരീം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു വ്യായാമ പരിശീലന പരിപാടിയാണ്. MEC7 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ, അതായത് 22 മിനിറ്റ് കൊണ്ട് 20 വിഭാഗങ്ങളിൽ പെടുന്ന വിവിധ തരത്തിലുള്ള വ്യായാമ മുറകൾ ഇത് പരിശീലിപ്പിക്കുകയാണ്. സാധാരണ നിലയിലുള്ളതുപോലെ ഏതെങ്കിലും ഒരു ജിം നടത്തുന്നത് പോലെ ഒരു അടച്ചിട്ട മുറിയിലല്ല, തുറസായ ഇടങ്ങളിൽ, അതായത് കുന്നിൻ ചെരുവുകളിൽ, തുറസായ മൈതാനങ്ങളിൽ ഇതൊക്കെയാണ് MEC7 നടത്തുന്നത്. ഇത് തുടങ്ങിയത് ഒരു വിമുക്ത ഭടനായ പി സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2022 ഈ വ്യായാമ മുറ തുടങ്ങിയ ശേഷം വളരെ വേഗം മലബാർ മേഖലയിൽ ഇതിന് പ്രചാരം ലഭിക്കുകയും ഏതാണ്ട് 1000-ഓളം യൂണിറ്റുകൾ വിവിധ ജില്ലകളിലായി ആരംഭിക്കാൻ കഴിയുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് MEC7 പിന്നിലുള്ള ചില ദുരൂഹമായ ഇടപെടലുകൾ ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIM-ഉം അതുപോലെ AP സുന്നി വിഭാഗവും രംഗത്ത് വരുന്നത്. രണ്ടുപേർക്കും 2 തരത്തിലുള്ള ആക്ഷേപമാണുള്ളത്. അതിൽ CPIM ആരോപിക്കുന്നത് MEC7 പിന്നിൽ അല്ലെങ്കിൽ MEC7ന്റെ മറവിൽ
മറ്റു ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതരാഷ്ട്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട്, നിരോധിത സംഘടനയായ PFIയിലെ അംഗങ്ങൾ ഇതിന്റെ മറവിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിൽ ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനാണ്. സമസ്തയെ സംബന്ധിച്ച്, അതായത് AP സുന്നി വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് സ്ത്രീകൾ കൂടുതലായി ഈ വ്യായാമ മുറയുടെ ഭാഗമാകുന്നു, അവർ ഈ വ്യായാമ മുറകളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഈ വിശ്വാസ സംബന്ധമായ ഇതുവരെയുള്ള നടപ്പ് രീതികളെ വെല്ലുവിളിക്കുകയും ആചാരപരമായ കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലിയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആക്ഷേപമാണ് AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത്. അതായത് CPM ഉന്നയിക്കുന്നത് രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള ആരോപണമാണെങ്കിൽ AP സുന്നി വിഭാഗം ഉന്നയിക്കുന്നത് മത സ്വഭാവത്തിലുള്ള ആരോപണമാണ്. അങ്ങനെയാണ് ഈ മെക്സവനെതിരായിട്ടുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം SKN, ഇവർക്കൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ഈ വാട്സാപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ആളുകൾ മുൻപ് PFIയിലെ അംഗങ്ങളായിരുന്ന ആളുകളാണ്, അതിലെ സജീവ പ്രവർത്തകരായിരുന്ന ആളുകളാണ് എന്നതാണ് CPMന്റെ മറ്റൊരു ആക്ഷേപം. ഏതായാലും മെക്സവൻ ഈ കാര്യത്തിൽ നൽകുന്ന വിശദീകരണം, ഈ കൂട്ടായ്മ തുറസായ ഇടങ്ങളിൽ വളരെ യാതൊരു തരത്തിലുള്ള മറവുമില്ലാതെ വളരെ സുതാര്യമായി നടത്തുന്ന ഒരു വ്യായാമ പദ്ധതിയാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വളരെ വേഗം ആളുകൾക്ക് മുക്തി നേടാൻ സഹായിക്കുന്നു എന്നതാണ് അവരുടെ ഒരു ആക്ഷേപം, അവരുടെ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം. അതുകൊണ്ട് ഇതിന് മറ്റേതെങ്കിലും തരത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും വിവിധ രാഷ്ട്രീയ വിശ്വാസികളും ഒക്കെ ഈ വ്യായാമ മുറയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് മെക്സവൻ അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. ഏതായാലും ഈ കാര്യത്തിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. പ്രധാനമായും ഇത് മുസ്ലിം പോക്കറ്റുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടും ഇതിലെ അംഗങ്ങൾ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ടും ഇതിന് തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന ആരോപണം ഒരു ഭാഗത്ത് CPM ഉന്നയിക്കുകയും അതേസമയം തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വെള്ളം ചേർക്കാൻ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന നീക്കങ്ങളാണ് എന്ന് AP സുന്നി വിഭാഗം മറുഭാഗത്ത് ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. CPM ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് P മോഹനന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് മെക്സവൻ റിലേറ്റഡ് ആയിട്ട് അന്ന് പറഞ്ഞിരുന്ന കോൺട്രവേഴ്സീസ്. CPMന് രാഷ്ട്രീയപരമായിട്ടാണ് പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ആളുകൾക്ക് മതപരമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് സ്ത്രീ പുരുഷൻ ഇടകലരുന്നു, സ്ത്രീയും പുരുഷനും ഒരേ സ്ഥലത്ത് ഗ്രൂപ്പായി വന്ന് നിന്ന് എക്സസൈസ് ചെയ്യുന്നു, ഇതൊക്കെയായിരുന്നു മതപരമായിട്ടുള്ള സീനുകൾ ഉണ്ടായിരുന്നത്. ഓക്കെ, കാരണം രാഷ്ട്രീയക്കാർക്ക് എന്താണെങ്കിലും വിഷയം വരാം. കാരണം പെട്ടെന്ന് ഒരു ബെൽറ്റ് ഫോം ചെയ്യുന്നു, ആ ബെൽറ്റിനകത്ത് മെജോറിറ്റി മുസ്ലിംസ് വരുന്നു. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഗ്യാതറിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ കൂട്ടായ്മ വന്ന് അത് വലിയൊരു കൂട്ടായ്മയായി മാറിയ, എപ്പോഴും കൂട്ടായ്മകളും അല്ലെങ്കിൽ കൂടിച്ചേരലുകളും ഈ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ അടിയിൽ മാത്രം ആണ് വരേണ്ടത് എന്നും അല്ലെങ്കിൽ അതിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു കടുംപിടുത്തം നമ്മുടെ നാട്ടിലുണ്ട്. ഒരിക്കലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടോ ഒരു വെൽനെസ് റിലേറ്റഡ് ആയിട്ടോ ഒന്നും ഒരു കൂട്ടായ്മ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു തൊഴിലിടം വെച്ചിട്ട് ഒരു കൂട്ടായ്മ വന്നാലടക്കം അവിടെ എന്ത് വരും? അപ്പോൾ ഓരോ പാർട്ടിക്കാരുടെ മറ്റേ സാധനങ്ങൾ വരും. അപ്പം അങ്ങനത്തെയൊക്കെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് പേടിയാണ് ബേസിക്കലി. ഇതെങ്ങാനും വളർന്നിട്ട് ഇതൊരു വോട്ട് ബാങ്ക് ആവുമോ അല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ആവുമോ, ഇവരിൽ നിന്ന് ചോർന്ന് അപ്പുറത്തേക്ക് പോകും, ഇവർക്ക് നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു നീക്കമുണ്ടോ, അട്ടിമറിക്കാണോ ഇവർ ശ്രമിക്കുന്നത്, അറിയില്ല. അങ്ങനത്തെ പേടികളോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്താണെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ എനിക്കറിയാൻ കുറച്ച് തപ്പി നോക്കി. സ്റ്റിൽ അതോ ഇനി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതും എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ കുറച്ചു കാലം മുമ്പ് മെക്സവൻ റിലേറ്റഡ് ആയിട്ട് വന്നതും ആൻഡ് വാട്ട് ഈസ് മെക്സവൻ എന്നുള്ളതും ആൻഡ് കാന്തപുരത്തിനെ പോലുള്ളവർക്ക് മെക്സവനോടുള്ളൊരു വിഷയം അല്ലെങ്കിൽ CPIMന് മെക്സവനോടുള്ളൊരു വിഷയമൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബേസിക്കലി ഒരു ഔട്ട്ലൈൻ മനസ്സിലായില്ലേ. ഇനിയാണ് കാന്തപുരം പറഞ്ഞ മറ്റേ സ്കീം, ഏത് ആണും പെണ്ണും ഇടകലർന്നുള്ള വ്യായാമം, അത് പാടില്ല എന്ന് പറഞ്ഞുള്ള സംഗതി. അതിലേക്ക് ഇനി ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ച. ഓക്കെ, നിങ്ങൾ പലരും കണ്ടു കാണും, നമ്മുടെ ഫേസ്ബുക്കിലെ മെയിനായിട്ടുള്ള മറ്റേ സൂരി അങ്ങേര്, ആ ഉസ്താദ് വന്നിരുന്നിട്ട് അങ്ങേര് തുടങ്ങി അങ്ങോട്ട്, അതായത് ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇങ്ങേര് അങ്ങോട്ട് എന്താ പറയുക, ഇതാണ് ഇസ്ലാം, ഇസ്ലാമിന് ഇങ്ങനെയാണ്, ഇസ്ലാമാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം പോകരുത്, ഇതാണ് ഇസ്ലാം, ദ ഫൈനൽ ദ എൻഡ്. ഇതാണ് മൂപ്പര സ്കീം. മൂപ്പര ആ ഒരു സാധനത്തിൽ അങ്ങോട്ട് തുടങ്ങിയ അടിയാണ്. എന്താണെങ്കിലും അങ്ങേരുടെ ഒരു പോർഷൻ മാത്രം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഈ ഒരു സംഗതിയാണ് തുടങ്ങുന്നത്. ചെറിയൊരു പോർഷൻ ഞാൻ അവിടെ ചെയ്യാം, പിന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി അങ്ങോട്ടും ഞാൻ പറഞ്ഞു കുറച്ച് ലെങ്തി വീഡിയോ നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയാം. എന്താണെങ്കിലും ഞാനിപ്പോൾ അതിൻ്റെ ഒരു അഗ്രസീവ് ഫേസ് ഞാൻ കാണിച്ചു തരാം. ഒന്നിച്ച് നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ആരോഗ്യ സംരക്ഷണം തമ്മിലൊക്കെ കാണിക്കുന്ന ഈ പ്രക്രിയ, ഇത് ഈ വാട്സപ്പ് മുഴുവനും ചെയ്യുന്നില്ലല്ലോ, അവരൊരു വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ, നിങ്ങൾ കാണുന്നില്ലേ, അതൊരു പൊതുവിടത്തല്ലേ.
എടാ ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിടാതിരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ, ഒരു പുരോഹിതന്റെ പേരിൽ, പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലെന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. ആഹ്വാനത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പുരുഷനും മിങ്കിളായിട്ടുള്ള ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടെന്നോ 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. എപ്പടി ഇരിക്കുന്നു ഉസ്താദ് ആ സ്ഥാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതായത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അന്യപുരുഷനും സ്ത്രീയും തമ്മിലുള്ള എന്ത് ക്രയവിക്രയവും നിഷിദ്ധമാണ്. മനസ്സിലായോ? ഓക്കെ, ഇത് പറയുന്നതിനോട് ഒരു തെറ്റുമില്ല. പക്ഷേ ഈ ക്രയവിക്രയങ്ങളിൽ വരാനും ഈ ക്രയവിക്രയം ചെയ്യാനും അന്യപുരുഷൻ നിൽക്കുന്ന സമയത്ത് ഒരു വിഷയമില്ലാത്തൊരു അന്യ മുസ്ലിം സ്ത്രീയും ഒരു അന്യ മുസ്ലിം സ്ത്രീ നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാത്തൊരു അന്യ മുസ്ലിം പുരുഷനും, ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് നിന്നത് അവരുടെ പേഴ്സണൽ താല്പര്യത്തിന് അവരവിടെ പോകുന്നു. ഹെൽത്ത് ക്ലബ്ബാണെങ്കിൽ ഹെൽത്ത് ക്ലബ്ബ് പോകുന്നു, ജിമ്മാണെങ്കിൽ ജിമ്മിൽ പോകുന്നു, അവർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നു, അവർ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യുന്നു, അവർ ബസ്സിൽ കയറുന്നു, അവർ പള്ളിപ്പെരുന്നാളിന് പോകുന്നു, പൂരത്തിന് പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, അവരെല്ലാം ചെയ്യുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ അവിടെ ഉണ്ട്. ബട്ട് ആ പേഴ്സൺസ്, നിങ്ങളെ മതത്തിലുള്ള മുസ്ലിം മതത്തിലുള്ള ആ വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് ഇതിനോടൊന്നും ഒരു വിഷയമില്ല. അവർക്കിത് ചെയ്താലേ അവരെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും എന്നുള്ള സമയത്ത് അവരിലേക്ക് വീണ്ടും അല്ല ഇസ്ലാം ഇതല്ല, മുസ്ലിം ഇതല്ല, നിങ്ങൾ ഒരു അന്യപുരുഷനും സ്ത്രീയും ഒപ്പം കണ്ടുപോരുത്, ഇരിക്കരുത്, ഒരു പണിയും ചെയ്യരുത്, നിങ്ങളെല്ലാവരും മറ്റേ ഇതുണ്ടല്ലോടേ ഒരു സാധനം കാണുമല്ലോ, മറ്റേ എന്താ പറയുക, ഒരു തരം സ്ട്രിങ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ആ സാധനം പോലെ ഇങ്ങനെ രണ്ട് സൈഡിൽ എപ്പോഴും നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, തമ്മിൽ കൂടാൻ പാടില്ല എന്നുള്ളൊരു ഒരു ടോയ് ഉണ്ട്. ഈ സാധനം എപ്പോഴും ഇങ്ങനെ നിൽക്കൂ, അതുപോലെ നിൽക്കണം. അതാണോ ആവശ്യം നിങ്ങൾക്ക്? എന്തുവാണ് ഇത് സീരിയസ് ആയിട്ട്? ഓക്കെ, മതം പറയുന്നതും അല്ലെങ്കിൽ മതം കൊണ്ട് ജീവിക്കുന്ന ഇങ്ങനത്തെ ആളുകൾക്ക് ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആളുകളിലേക്ക് ഈ മതം പറഞ്ഞിട്ടുള്ളൊരു വേർതിരിവ് കൊണ്ടുവരിക എന്നാണ്. അതിൽ തന്നെ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ പറയുന്ന ഉസ്താദെ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത്, നിങ്ങൾ ബസ്സിലും അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലിറങ്ങുന്ന സമയത്ത് ഈ അന്യപുരുഷനും സ്ത്രീയും എന്നൊക്കെ പറഞ്ഞ സാധനം കോൺസെപ്റ്റ് തലയിൽ വെച്ച് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുമോ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വേറൊരു അന്യ സ്ത്രീ ഇല്ല എന്നുള്ളത്? അല്ലെങ്കിൽ ഇനി ഒരു അന്യ സ്ത്രീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് നിങ്ങളെ മുണ്ടും പൊക്കി ഓടുമോ? സ്ത്രീ നെഹി എന്ന് പറഞ്ഞിട്ട് പായോ നിങ്ങൾ? ഈ മനുഷ്യൻ അവനാൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അന്യപുരുഷനെ കാണേണ്ടി വരും. ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു അന്യപുരുഷനെ കാണേണ്ടി വരും, അയാളായിട്ട് ഇടപഴകേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, ഇരിക്കേണ്ടി വരും, കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടി വരും. അത് വിചാരിച്ചിട്ട് എല്ലാം എന്ത് ചെയ്താലും അത് അങ്ങോട്ട് ഉരുത്തിരിഞ്ഞിട്ട് ആ അന്യപുരുഷൻ ഈ സ്ത്രീയെ അടിച്ചുകൊണ്ട് പോവും, അല്ലെങ്കിൽ ആ അന്യപുരുഷൻ ഈ സ്ത്രീയെ കാമക്കണ്ടുകൊണ്ട് നോക്കും. ഇങ്ങനെയാണോ? ഒരു അപകടം വരാതിരിക്കാൻ എങ്ങനെ അപകടം എന്നുള്ള സെൻസ് എവിടുന്ന് വരുന്നു? എങ്ങനെ അപകടത്തിൻ്റെ സെൻസ് വരുന്നു? ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സൊസൈറ്റിയിൽ ഇറങ്ങി നടന്നേ പറ്റൂ. മതം ഈസ് ദെയർ, ഓക്കെ ഫൈൻ. പക്ഷെ ഈ രാജ്യത്ത് നിയമമില്ലേ? ഈ രാജ്യത്തിന് അതിൻ്റെതായുള്ള നിയമമുണ്ടല്ലോ. എന്താണെങ്കിലും ഇതാണ് ആ ഹീറ്റഡ് കോൺവെർസേഷൻ്റെ ഒരു പോർഷൻ. ഇനി മുന്നോട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ച് തരാം. സംഗതി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇനി മൂപ്പര് കട്ടന്നിങ്ങോട്ട് ആകെ അങ്ങോട്ട് വെപ്രാളം കൊള്ളുകയാണ്. മൂപ്പർക്ക് ഇങ്ങോട്ട് എന്താണ് ഈ ആങ്കറിനോട്, ഏഷ്യാനെറ്റ് ആങ്കറിനോട് പറയണമെന്നില്ല. മൂപ്പര് അങ്ങോട്ട് അടിച്ച് കയറുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞ നിലപാട് ഇസ്ലാമിൻ്റെ നിലപാടാണ്. ഇസ്ലാമിൻ്റെ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അപകടത്തെ മാത്രം, അഥവാ അതിൻ്റെ ഭാവിയിൽ വന്നു ചേരാനുള്ള ഒരു അപകടത്തെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിലും നിലപാട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം സ്ത്രീയും പുരുഷനും, അന്യ സ്ത്രീയും പുരുഷനും, അഥവാ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയും പുരുഷനും ഒരിടത്ത് തനിച്ചാവുക എന്നുള്ളത് ഇസ്ലാം അത് വിലക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അവർ തെറ്റിലേക്ക് ഏർപ്പെട്ടിട്ടില്ല. പക്ഷേ ആ തെറ്റിലേക്ക് ഏർപ്പെടാനുള്ള വഴിയെ കൂടി ഇസ്ലാം നേരത്തെ തന്നെ അതിലൊരു ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് അത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ നിലപാട് തന്നെയാണ്. ആ നിലപാടാണ് ഇസ്ലാമിനുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആനും തിരുവചനങ്ങളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. സുരേഷ് സാറേ, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ വ്യക്തമല്ല ഞാൻ പറഞ്ഞത്.
അന്യ സ്ത്രീയും പുരുഷനും മിങ്കിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണത്. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. ആ നിലപാട് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അത് അനുവർത്തിക്കാനുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അല്ല, അപ്പൊ എന്റെ സംശയം താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. എന്റെ സംശയം, ഒരു ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്നു, ഒരു തിയേറ്ററിൽ ഒന്നിച്ചിരുന്ന് സിനിമ കാണുന്നു, NCCയിലോ പോലീസിലോ അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ ഒരു പരേഡിലോ അല്ലെങ്കിൽ ആയോധന കലകളിലോ ഒന്നിച്ച് അഭ്യസിക്കുന്നു. എങ്ങനെയാണ് തിയേറ്റർ? അവരൊക്കെ ഇസ്ലാം അല്ല, അവർക്ക് മതത്തിന് പുറത്താണ്. തെറ്റായ അല്ല, കല മുസ്ലിം അല്ലെന്നല്ല, അത് കൊണ്ടുപോകാൻ തെറ്റായ ഒരു ചർച്ചയിലേക്കാണ്. ഇസ്ലാം എന്നല്ല തിന്മ, അഥവാ ഇസ്ലാം ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിനെതിരെ ചെയ്യുന്നവരൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്നല്ല, അവർ ചെയ്യുന്ന തെറ്റാണ്. മൂപ്പര് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത്, ഓക്കെ, വാട്ട് എവർ എനി റീസൺ, എന്ത് റീസണും ആയിക്കോട്ടെ, അന്യ പുരുഷനും അന്യ സ്ത്രീയും, ഇസ്ലാം സ്ത്രീ ഇസ്ലാം പുരുഷൻ, അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീ പുരുഷൻ ഞാൻ പറഞ്ഞില്ല, ഇസ്ലാം സ്ത്രീ ഒരു അന്യ പുരുഷൻ്റെ സാന്നിധ്യത്തിൽ എവിടെ നിന്നാലും ഇരുന്നാലും എവിടെ പോയാലും അത് പ്രശ്നമാണ് എന്നാണ് അങ്ങേര് പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്താന്നല്ല, അത് തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്. സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്നത് സിനിമ എവിടെ നിന്ന് കടന്നു വന്നു ഇസ്ലാമിൻ്റെ ഇടയിൽ. ഈ അൻസാരി സൂഫിനോട് ചോദിക്കാനുള്ളത്, മാഷെ നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോ ഇടുന്ന ആളുകൾ, അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വേറെ ഒരാളുടെ കോണ്ടന്റ് എടുത്ത് വെച്ചിട്ടാണ് നിങ്ങളും അധികം സംസാരിക്കാറ്, അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായിട്ടുള്ള സംഗതികൾ എവിടെയും കണ്ടാൽ എഴുതും കൊടുത്ത് എടുത്ത് വെച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് പല സാഹചര്യങ്ങളും. പക്ഷേ ഇപ്പം ഈ ഇരുന്ന് പറയുന്ന സംഗതി നൂറ്റാണ്ടിലെ പൊട്ടെന്ന് നിങ്ങളെ വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്, മനസ്സിലായോ? കാരണം ഇപ്പോൾ ഉംറയ്ക്ക് പോകുന്നത്, ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ, ഓക്കെ, ഹജ്ജ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താ നടക്കാറ്? അവിടെ ഈ എല്ലാവരും ഒരു കൂട്ടത്തിലുള്ളവരാണ് അവിടെ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്നത്. അന്യപുരുഷനും അന്യ സ്ത്രീയും എല്ലാവരും അങ്ങനെയല്ലേ? എല്ലാവരും വേറെ വേറെ ആളുകളല്ലേ ഹജ്ജിന് പോയിട്ട് അവിടെ നിന്ന് അവർ ഒരുപോലെ ആ പ്രാർത്ഥന ചെയ്ത് തിരിച്ചു പോരുന്നത്? അവിടെ ഒരു കൂട്ടം ആളുകൾ വന്ന് കൂടുന്നതല്ലേ? ആണോ അല്ലേ? ഒരു അന്യപുരുഷൻ, ഒരു അന്യ സ്ത്രീ, മനസ്സിലായോ? അതൊരു ഗ്യാതറിങ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് വെച്ചിട്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പ്രാക്ടിക്കലി ഇപ്പോഴത്തെ ലൈഫിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് മതം വിറ്റ് ജീവിക്കാം. ബാക്കിയുള്ളവർക്ക് മതം വിറ്റ് അരി വേവോ? എങ്ങനെ വേവും? നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങൾക്കിത് പറഞ്ഞിട്ട് ഇത് വിറ്റിട്ട് ജീവിച്ചിട്ട് മുന്നോട്ട് പോവാം. എനിക്ക് നിങ്ങളെടുത്ത് വെച്ചിട്ട് ഇതേമാതിരി പറഞ്ഞിട്ട് ജീവിച്ചിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ റിയൽ ലൈഫിൽ പുറത്തിറങ്ങി പണിയെടുക്കുന്ന ആണിനോ പെണ്ണിനോ, ഒരു മുസ്ലിം സഹോദരനോ ഒരു മുസ്ലിം സഹോദരിക്കോ ഈ പറഞ്ഞ ചട്ടക്കൂടിനകത്ത് ഇരുന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കും അവരെ കുടുംബത്തിൽ 3 നേരം കഴിക്കാനുള്ളത്. നിങ്ങൾ എന്തായാലും വിൽക്കുന്നുണ്ട് മതം. കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും സിനിമ പറഞ്ഞപ്പോൾ ഇങ്ങനെ പൊള്ളി, യൂട്യൂബിനകത്ത് മോണിറ്റൈസേഷൻ ഓണാക്കി ആളുകളെ പ്രബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന നിങ്ങൾ ഈ ചെയ്യുന്ന വലിയ സ്ക്രീനിൻ്റെ ഏറ്റവും മിനിയേച്ചർ വേർഷനാണ്. അപ്പം ഇത് വിറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ പൊതുജനത്തിന്, പബ്ലിക്കിൽ, അതും മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവർക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് പോകുന്ന സമയത്ത് അവിടെ അന്യ പുരുഷനുണ്ടോ അന്യ സ്ത്രീ എന്നുണ്ടോ നോക്കാൻ പറ്റില്ലേ? ആ സാഹചര്യത്തിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം അവർക്ക്. മതം വിറ്റുണ്ടാക്കുന്ന കാശിൽ ഇവിടുത്തെ ഓരോ മത നേതാക്കന്മാരും സാധാരണക്കാരനായ മതം വിശ്വസിക്കുന്ന, സാധാരണക്കാരിയായ മതം വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തായാലും നിങ്ങൾക്ക് ലക്ഷറി ലൈഫ് വേണ്ട എന്നുള്ള രീതിക്കാണ് നിങ്ങൾ മതം വിൽക്കുന്ന മതത്തിൻ്റെ ആളുകളായിട്ട് ഓരോ ഉസ്താദുമാരും വേറെ സ്വാമിമാരും പള്ളിയിലച്ചന്മാരും ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ലക്ഷറി ലൈഫ് വേണ്ട. നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾ കൊടുത്തോ. അതല്ലേ ചെയ്യണ്ടേ? ഞാൻ നോക്കുന്ന സമയത്ത് ഓരോ ഉസ്താദുമാരും BMW, ബെൻസ്, ലെക്സസ്, പോർഷെ അങ്ങനെയാ പോകുന്നത്. വീടൊക്കെ കാണാൻ ഞെട്ടും മനുഷ്യന്മാർ. ഇല്ലാത്തവരുണ്ട്, പക്ഷെ വലിയൊരു മെജോറിറ്റി ഉണ്ട്. എൻ്റെ മോനെ ഇടുന്ന ചെരുപ്പ് വിക്കിൻ സ്റ്റോക്ക് മുതൽ മോളിക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോമിൻ്റെ കണ്ണാടക്കിട്ട് നടക്കുന്നുണ്ടാവും ആളുകൾ, മനസ്സിലായ? അപ്പം അങ്ങനത്തെ അൾട്രാ ലക്ഷറി മതം വിറ്റുണ്ടാക്കുന്നവരുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കുക, എന്താ പറയുക, ഏതോ നമ്മളെ മതത്തിലെല്ലാം സീനാണ്, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ചർച്ചകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ട്രിഗേർഡ് ആവുകയാണ്. ഇത് എങ്ങനെയാണ് ഈ നൂറ്റാണ്ടിൽ ഇവർ പറയുന്നത് കേട്ടിട്ട് ഇതേപോലെ ജീവിക്കാനും ആളുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം എന്താ പറയുക, എല്ലാം മതത്തിൽ നിന്ന് പോരണ്ടെന്ന് ഞാൻ പറയില്ല. അപ്പം ഞാൻ അങ്ങനെ മതത്തിൽ നിന്ന് പോകുന്ന ഒരാളാണ്. എനിക്ക് ഒന്നുമല്ല, കാരണം എനിക്ക് ഒരു മതം ഒന്നുമല്ല.
കാരണം റിയാലിറ്റിക്ക് വരുമ്പോൾ ഈ മതങ്ങളൊന്നും നമുക്കൊന്നും തരുന്നില്ല, ഒരു ദൈവവും നമുക്കൊന്നും തരുന്നില്ല. നമുക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് വേറെ ഒരു വഴിയില്ല. നമ്മളൊരാളെ ഉപദ്രവിക്കാതിരിക്കുക, നമ്മൾ നമ്മുടെ ലൈഫ് മുന്നോട്ട് സമാധാനമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ നമുക്ക്. ബേസിക്കലി സിമ്പിളാണ് ലൈഫ്, കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷെ ഇവരെല്ലാവരും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുക ഈ പണ്ടാറം. സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്താ? ഖൈറു മത്താഇ ദുനിയ അൽ മർഅതു സാലിഹ. തിരുനബിയുടെ വചനമാണിത്. ഏറ്റവും ഉത്തമരും ഉദാത്തവരും ഈ ഭൂമിയിൽ പുരുഷനേക്കാളേറെ സ്ത്രീയാണ് എന്ന് അവർക്ക് അത്രയും വലിയ മഹത്വം പറഞ്ഞു വെക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം. അല്ല, താങ്കൾ പറഞ്ഞത് അവരൊന്നും ഇസ്ലാം അല്ലാതാകുന്നില്ല, പക്ഷെ അത് പാപമാണ്. ഒരു നിലക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികയിൽപ്പെട്ട ഈ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ മതത്തിന്റെ കണ്ണിൽ നോക്കിയാൽ ചെയ്യുന്നത് തെറ്റാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തെറ്റാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം പണ്ഡിതന്മാരല്ലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, കൊറോണ കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ആരെങ്കിലും വന്നിട്ട് കൊറോണയെ കുറിച്ചുള്ള അവയർനെസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഡോക്ടേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചവർ ഡോക്ടേഴ്സ് ആണ്. അവർ കൊറോണയെ കുറിച്ച് അഭിപ്രായം പറയട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിക മതപണ്ഡിതന്മാർ പറയട്ടെ. അതല്ലേ വേണ്ടത്. സംശയം ചോദിക്കട്ടെ, ഉൾക്കൊള്ളാന്ന് ഏത് നൂറ്റാണ്ടിലാണ് ഇത് ചോദിച്ചല്ലോ. ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്സഡ് ഡബിൾസിൽ സാനിയ മിർസയും ബൊപ്പണ്ണ സഖ്യവും അതേപോലെ പലരും രാജ്യത്തിന് മെഡൽ വാങ്ങി തന്നതിന് ശേഷമുള്ള കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്തരം കായിക ഇനങ്ങൾ ലോകരാജ്യങ്ങൾ, മതനിയമം നിലനിൽക്കുന്ന രാജ്യങ്ങളടക്കം അംഗീകരിച്ച് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആയോധന കലകളിലോ അല്ലെങ്കിൽ കായിക അഭ്യാസങ്ങളിലോ ഒന്നിച്ചു പങ്കെടുക്കുന്നത് നിയമപരമായി ശരിയെന്ന് നിലനിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ ഇരുന്നു കൊണ്ടാണ് അത് മതശാസന അതിന് വിരുദ്ധമാണ് എന്ന് നിങ്ങൾ പറയുന്നത്. എന്റെ യുക്തിയാണ് ചോദിച്ചത്. പറയുന്നതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കും, പക്ഷേ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാം സുരേഷാനോട് ചോദിക്കുകയാണ്, ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഇസ്ലാം ഒന്നിച്ച് മാസിൽ നടത്തിയാൽ അത് പാപമാണെന്ന് പറഞ്ഞ മതപണ്ഡിതരോട് ചോദിക്കൂ. അല്ലെ അല്ല, നിങ്ങൾ അത് പാപമാണെന്നല്ല പറഞ്ഞത്. മിങ്കിൾ ചെയ്തിട്ടുള്ള സമ്മിശ്രമായി ആണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും മിങ്കിളായിട്ടുള്ള ഇടകലർന്നിട്ടുള്ള ഏതൊരു അഭ്യാസ മുറകളും തെറ്റാണെന്ന് പറഞ്ഞത്. മോനെ, ഇങ്ങനൊരു അവസ്ഥ ഞാൻ ആലോചിച്ചു. ലിറ്ററലി വായല് പഴം തിരികെ വെച്ച അവസ്ഥയിൽ പോയി. ആങ്കറിന്റെ ഓരോ അടിയും തിരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു വഴിയില്ല, തിരിച്ചു പറയാൻ ഒന്നുമില്ല. ഇങ്ങനെ ബേസിക്കലി ഞാൻ പറയട്ടെ, എനിക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ മതപണ്ഡിതന്മാരോട് കുറേ ആൾക്കാരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും. പക്ഷെ ചില ആളുകൾ ബേസിക്കലി അവരുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ട് അവർ പിടിക്കുന്ന ഒരു ലൈനുണ്ട്. അതായത് സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽ ഉസ്താദുമാർ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവരാണ് ദ ബെസ്റ്റ്. ഖുറാനിൽ ദ ബെസ്റ്റ് സ്ത്രീയാണ്. നബി പറഞ്ഞ് ദ ബെസ്റ്റ് സ്ത്രീയാണ്. ഞങ്ങൾ പറയുന്നു സ്ത്രീയാണ് എല്ലാം. പക്ഷേ സ്ത്രീ എന്ത് ചെയ്യണമെന്നും സ്ത്രീക്ക് എന്ത് വേണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. എന്തുവാട് ഇത്? ഊക്ക് ഉപദേശം ഒരേ സമയത്താ? അത് കൊള്ളാലോ. അതായത് ഞാൻ പറയാം, മതവും മതത്തിൻ്റെ നിയമങ്ങളും നല്ലതാണ്, ഒരു വിഷയവുമില്ല. കാരണം എല്ലാ മതങ്ങളും കീപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ എങ്ങനെ നന്നായി ജീവിക്കണം, എങ്ങനെ നമുക്ക് പരസ്പരം ഇഷ്ടപ്പെടാം, സ്നേഹിക്കാം, എങ്ങനെ നമ്മുടെ ജീവിതം നന്നായിട്ട് കോംപ്ലിക്കേഷൻ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവരൊക്കെ ആരാണ് ഈ മതം പഠിപ്പിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചേ? എനിക്കറിയില്ല. മുസ്ലിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കുറേ കാലം ഹിന്ദു മതം ഫോളോ ചെയ്യിപ്പിച്ചിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും വളർത്തി കൊണ്ടുവന്നത്. അപ്പോൾ അന്നൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം പറയാം. ആരാണ് ഇവരൊക്കെ ഏൽപ്പിച്ചത്? ഏതെങ്കിലും ഒരു ദൈവം, മക്കളെ നിങ്ങളാണ് ഇന്ന് മുതൽ മതപണ്ഡിതന്മാർ. നിങ്ങളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊക്കി പറയുക. പിന്നെ ഞങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്, ഞാൻ ഉണ്ടാക്കിയ മതത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കാലാകാലങ്ങളിൽ എല്ലാവരിലേക്കും എത്തിക്കുക. ഇതിന് കുറേ മതപണ്ഡിതന്മാർ ഈ നാട്ടിൽ. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഈ മതപണ്ഡിതന്മാരൊക്കെ എന്നിട്ട് ഫ്രീ ആയിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നത്? ഈ മതം എന്ന് പറഞ്ഞാൽ തന്നെ പ്യുവർ ബിസിനസ് അല്ലേടേ. നിങ്ങളൊരു അമ്പലം എടുത്തു നോക്കും, നിങ്ങളൊരു പണ്ട് മുതലേ ഒരു അമ്പലം നിങ്ങളെടുത്ത് നോക്കും. ഒരു രാജാവിൻ്റെ കാലഘട്ടം മുതലേ ഒരു അമ്പലത്തിനകത്താവും ഏറ്റവും കൂടുതൽ വെൽത്ത് ഇരിക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു അമ്പലത്തിൻ്റെ അകത്താവും ഏറ്റവും കൂടുതൽ സ്വർണം, രത്നം, പണ്ടം എല്ലാം ഇരിക്കുന്നത് ഒരു കല്ലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒരു കല്ലിനെ ചുറ്റിപ്പറ്റിയിട്ടോ ആയിരിക്കും.
ആ നാടിൻ്റെ സമ്പത്തിന് വേണ്ടിയിട്ട് അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പത്മനാഭസ്വാമി ടെമ്പിളിനകത്ത് എന്നാണ് പറയുന്നത്. ഈ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് നോ, ലിറ്ററലി നോ. ഇനി ഒരു വലിയ പള്ളി, ഒരു ക്രിസ്ത്യൻ പള്ളി, ഒരു വലിയൊരു മുസ്ലിം പള്ളി, AC ഒക്കെ ഉള്ള നല്ല കിടിലം പ്രാർത്ഥനാ പള്ളിയുടെ എവിടെ വേണേ പ്രാർത്ഥിക്കും. തൂണിനും തുണിനും ദൈവമുണ്ട്, ശ്വസിക്കുന്ന ശ്വാസത്തിൽ വരെ ദൈവമുണ്ട് എന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അങ്ങനെയുള്ള ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് ആ കോടികൾ മുടക്കിയിട്ടൊരു പള്ളി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? എന്താവശ്യത്തിന്? ഇനി മനസ്സിലാവുന്നില്ല ഈ കോൺസെപ്റ്റ്. ഞാൻ ഇതൊക്കെ മനസ്സിലാവാതെ എപ്പോഴാണ് എനിക്ക് ദൈവവും അതൊന്നും വേണ്ട പറയുന്നത് ഞാൻ എൻ്റെ പാട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതൊക്കെ ബിസിനസ്സാണ്. ഇവിടെ കുറേ ആളുകൾക്ക് ജീവിച്ചു പോകാനുള്ള പ്യുവർ ബിസിനസ്. അതിനുവേണ്ടി ആളുകളെ തമ്മിൽ അടുപ്പിക്കണം, പേടിപ്പിക്കണം. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ ആളുകളെ പേടിപ്പിച്ച് തിന്നും കുടിച്ചും അത് വിറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ മതപണ്ഡിതന്മാർ. ഇനി അത് പറഞ്ഞത് കൊണ്ട് ഏത് മതപണ്ഡിതൻ ആരെ എനിക്കെതിരെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നത് ഇത് എല്ലാവരെ കുറിച്ചും അല്ല, ചിലർ, നിങ്ങളുടെ കൂട്ടത്തിലെ ചിലർ, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില മതപണ്ഡിതന്മാരുടെ പരിപാടി ഏതാണ്? അവർക്ക് ഈ സാധനം വിൽക്കണം, അത് വിൽക്കാൻ വേണ്ടി ആൾക്കാരെ പേടിപ്പിക്കുക, പറ്റിക്കുക. ഇതാണ് പരിപാടി. കാലം മാറുന്നതിനനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരണം. ഒരു രാജ്യം നന്നാവണമെന്നുണ്ടെങ്കിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ആണും പെണ്ണും ഇല്ലാതെ എല്ലാം നയിക്കണം. എന്നാൽ തന്നെ ഒരു രാജ്യം മുന്നോട്ട് പോകുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ നാട്ടിൽ നടക്കുന്നത് ഇതൊന്നും അല്ല. ഓക്കെ, ഈ നാട്ടിലിരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഇന്ന നാളെ ഭ്രാന്തനും പൊട്ടനും നോക്കും. ഇസ്ലാം ആരോഗ്യം അങ്ങനെ എങ്ങനെ മനുഷ്യർ ജീവിക്കും? നിങ്ങൾ എപ്പോഴും കേരളത്തിൽ 10-26% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ നമ്മൾ പോപ്പുലേഷൻ ഷെയർ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ താമസിക്കുന്ന ഒരു നാടാണ്. അവിടെ മുസ്ലിം മതപണ്ഡിതർ പറയാണ് ആണുങ്ങളുമായി സംസാരിക്കുന്നത് പോലും അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്. ഭൂമിയിൽ ജീവിക്കുന്നത്, കൂടുതൽ സംസാരിക്കുന്നത്, ഇടപഴകുന്നത്, ഒരു വ്യായാമം ഒരു ഗ്രൗണ്ടിൽ ഒന്നിച്ചു നിന്ന് ചെയ്താൽ അത് നിങ്ങളുടെ മതവിശ്വാസ പ്രകാരം പാപമാണെന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. സാറേ, ഈ ഒന്നിച്ച് നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ആരോഗ്യ സംരക്ഷണം നമ്മളൊക്കെ കാണിക്കുന്ന ഈ പ്രക്രിയ, ഇത് ഈ വാട്സപ്പ് മുഴുവനും ചെയ്യുന്നില്ലല്ലോ. അവരൊരു വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണുന്നില്ലേ? അതൊരു പൊതുവിടത്തല്ലേ? എടാ, ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഇസ്ലാമിന്റെ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ വിടാതിരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ, ഒരു പുരോഹിതന്റെ പേരിൽ, പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലെന്നുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. ആഹ്വാനത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. പുരുഷനും മിങ്കളായിട്ടുള്ള ഏത് ക്രയവിക്രയങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ്. അത് 6-ാം നൂറ്റാണ്ടെന്നോ 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. അതിന് വിരുദ്ധമായ ഇപ്പോൾ അല്പവസ്ത്രം ധരിച്ചു നടക്കുന്നവരില്ലേ വിശ്വാസത്തിന്റെ ഭാഗമായി? അവരോട് നിങ്ങൾ അല്പവസ്ത്രം ധരിക്കരുതെന്ന് പറയാനുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ നിയമം എന്താണ്? പുരുഷന് പുരുഷന്റെ വസ്ത്രമുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടെ വസ്ത്രമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിവസ്ത്രരായിട്ട് നടക്കാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അതൊക്കെ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ അത് തെറ്റാണ് എന്നുള്ള, വിവസ്ത്രരായി നടക്കാൻ പറഞ്ഞത് തെറ്റാണ്. അന്യ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് തെറ്റാണ്. ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഓരോ വ്യക്തിക്കും മൗലിക അവകാശം നൽകുന്നുണ്ട്. വസ്ത്രധാരണവും അഭിപ്രായ സ്വാതന്ത്ര്യവും മതവിശ്വാസവും സഞ്ചാര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ മുകളിൽ ഒരാൾക്കും വിലക്ക് കൽപ്പിക്കാനോ അല്ലെങ്കിൽ തിട്ടൂരം പുറപ്പെടുവിക്കാനോ കഴിയില്ല. ആഹ്വാനം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ പറയുക, ഇവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആളുകളെ റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന വേറൊരു വ്യക്തി മാത്രമാണ് ഈ നമ്മുടെ അൻസാരി ഉസ്താദ്. അങ്ങനെ ബേസിക്കലി ഇപ്പോഴും അതേ സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യായാമത്തിന് പോകുമ്പോൾ സ്ത്രീയെ ക്യാമറ വെച്ചെടുക്കുന്നു, വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്ത്രീയുടെ ഫോട്ടോ വരുന്നു, സ്ത്രീയുടെ മറ്റേ മുഖം വരുന്നു, സ്ത്രീയെ കാണുന്നു. എടോ, ഇതൊക്കെ വന്നാലും പ്രശ്നമില്ലാത്ത ഒരു എക്സസൈസിന് പോകുന്ന സമയത്ത് ഇപ്പോൾ അതിൽ എന്ത് വീഡിയോ വരാൻ? ഓക്കെ, ഈ എക്സസൈസ് നടക്കുന്ന ഈ മെക്സവൻ്റെ അവിടെ തന്നെ അവരൊരു മറ കെട്ടിയിട്ട് ആണിപ്പുറത്തും പെണ്ണിപ്പുറത്തും നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ മാറ്റമുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് മുമ്പുണ്ടായിരുന്ന വീഡിയോസിൻ്റെ ക്ലിപ്പിലൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. മെക്സവൻ പോട്ടടി ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ എന്താ? യൂണിസെക്സ് സലൂൺസ്, ഓക്കെ, ജിമ്മുകൾ. നമുക്കിതൊന്നും നോക്കാൻ സമയമില്ല ബേസിക്കലി. പക്ഷെ ഇവർക്ക് നോക്കാൻ സമയമുണ്ട്. അൻസാരി ഉസ്താദിനെ പോലെയുള്ളവർക്കോ അല്ലെങ്കിൽ ബാക്കി മതം വിറ്റ് ജീവിക്കുന്നവർക്കോ ഇവർക്കിത് കൃത്യമായി നോക്കിയാലേ ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ.
ആളുകളിലേക്ക് ഇതേപോലെ ഇതാണ് ഈ മതത്തിൻ്റെ തെട്ടൂരം, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പാപികളാണ്, നിങ്ങൾക്ക് സ്വർഗമില്ല. അതാണ് ഏറ്റവും നിങ്ങൾക്ക് സ്വർഗമില്ല. എന്ത് സ്വർഗം? ജീവിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ഉണ്ടും ഉറങ്ങിയും ഉടുത്തും നടക്കാൻ പറ്റുന്നുണ്ടോ? അസുഖം വരാതിരിക്കുന്നുണ്ടോ? നമ്മളും ആരെയും ഉപദ്രവിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും ചിരിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ? വേദന ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇതന്നെയാണ് ഈ നാട് തന്നെ സ്വർഗം. നമ്മൾ ജീവിക്കുന്ന ഓരോ സെക്കൻഡും തന്നെ സ്വർഗം. അതാണ് സ്വർഗം. ഇതിലും വലിയ സ്വർഗം നമുക്ക് എന്ത് കിട്ടാനാ? അങ്ങനെയുള്ള സമയത്തൊക്കെ ഇവർ ഈ വന്നിരുന്ന് പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാനുള്ള അനുമതി അവിടെ നിന്നല്ല ഒരു പെണ്ണിന് വാഹനം ഓടിക്കാനും അവൾ പൂർണ്ണമായി ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കാനും കായിക അഭ്യാസം നടത്താനും അവിടെ ആരോഗ്യ സംരക്ഷണത്തിനും അവർക്ക് അനുഗുണമാകുന്ന രൂപത്തിലുള്ള കലയും സാഹിത്യവും എല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സിനിമ, അതിനിടയ്ക്ക് സിനിമയുടെ ഒരു ചർച്ച വന്നു. സിനിമ എന്ന കലാവിഷ്കാരത്തെ ഇസ്ലാം തിരസ്കരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, മനുഷ്യന്റെ ഈ വിഷനിലൂടെ മനുഷ്യൻ കാണുന്ന പലതും മനുഷ്യന്റെ ഹൃദയത്തിൽ വല്ലാത്ത നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളതാണ്. ഇന്നലെ നിങ്ങളൊക്കെ കണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ഏഷ്യാനെറ്റിന്റെ തന്നെ ന്യൂസിലാണ് തോന്നുന്നു, ഒരു സ്കൂളിൽ കുട്ടി വിവസ്ത്രനായി യാത്ര ചെയ്തു. സ്കൂളിന്റെ എല്ലാ മേഖലകളിലൂടെയും വിവസ്ത്രനായി യാത്ര ചെയ്തു. ടീച്ചേഴ്സ് ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിൽ എന്താ പറഞ്ഞത്? അല്ലു അർജുനന്റെ പുതിയ സിനിമ കണ്ട് അതിന് ഇൻസ്പയർ ആയിക്കൊണ്ട് കുട്ടി. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം, 1-2 കൊല്ലമായുള്ളൂ ഒരു ചിത്രം, അത് ആ ചിത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ചിത്രം കഴിഞ്ഞതിന് ശേഷം നടന്ന കൊലക്കൊക്കെ നിങ്ങളുടെ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള വാർത്താ ചാനൽ വന്നത് ദൃശ്യം മോഡൽ കൊലപാതകമെന്നാണ്. അപ്പൊ ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും സാഹിത്യത്തിനും എതിരല്ല, മനുഷ്യർക്ക് അനുഗുണമാകണം. ഓരോ കലാസൃഷ്ടിയും ഓരോ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പാപം അധാർമിക ചിന്ത ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നുള്ള താങ്കളുടെ വാദമാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പുരോഹിതരൊക്കെ ഇതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒക്കെ നടത്തുന്ന ആഹ്വാനം അതേപോലെ ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് നിറവേറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇത് ഏത് രാജ്യമായി മാറുമായിരുന്നു? നിങ്ങൾ അത് വ്യക്തിഗതമല്ലേ? അത് വ്യക്തിഗതമല്ലേ? ഞങ്ങൾ പറയുന്നത് ഏത് കലയും ഏത് സാഹിത്യവും ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ശരി. അപ്പൊ ഉസ്താദുമാർ ചെയ്യുന്നതൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യവും ഈ നാട്ടിലെ സിനിമ അടക്കമുള്ള ബാക്കി സാധനങ്ങളൊന്നും ഉപകാരമില്ലാത്ത എന്തോ ഐറ്റമാണ്. ഇതാണ് മൂപ്പര് പറഞ്ഞു വെക്കുന്നത്. ബേസിക്കലി ഇങ്ങനത്തെ നൂറ്റാണ്ടിലെ പൊട്ടന്മാരോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതിലൊരു അഭിപ്രായം പറയുക എന്നുള്ളത് എൻ്റെ പണി ആയതുകൊണ്ടും, ഇനി ഞാൻ അഭിപ്രായം പറയാനിരുന്ന് കഴിഞ്ഞാൽ ഐ വിൽ സ്പിറ്റ് സം ഡേർട്ടി ട്രൂത്ത്സ്. അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്താൻ പോവാണ് മക്കളെ. അരിയണ്ണന് ഇന്നത്തെ അരി കിട്ടിയിരിക്കുന്നു, അരി മേടിച്ച് കടന്നുറങ്ങണം. ഇത് അരിയേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ടു ദ യങ് ജനറേഷൻ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യം തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, പുറത്ത് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ റെസ്ട്രിക്ഷൻസ് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവുക. നിങ്ങൾ ഏത് ലോകരാജ്യത്ത് നിങ്ങൾ ട്രാവൽ ചെയ്തു, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം നമുക്ക് തരുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം ഉണ്ട്. അത് ഭയങ്കര പൊളിയാണ്. ഓക്കെ, നമ്മുടെ രാജ്യം അത്രയും പൊളിയാണ്. അത് നമുക്ക് ആസ്വദിക്കണം, നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിൻ്റെയും, ഈ രാജ്യത്തിൻ്റെ ഒരു നിയമം, ഈ രാജ്യത്തിൻ്റേതായിട്ടുള്ള കുറേ റൈറ്റ്സ്, കുറേ സാധനങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അത് ബേസിക്കലി മനസ്സിലാക്കുക, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. വിശ്വാസം, മതം, ഇതൊക്കെ വേണം, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എന്നെപ്പോലെ ആവണമെന്ന് ഞാനോടും പറയുന്നില്ല. നിങ്ങൾക്ക് വേണം. എന്തിന്? ലൈഫ് എങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം, ഹൗ ടു ലീവ്. ഇതാണ് എല്ലാ മതവും. നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ ആ മനുഷ്യൻ എങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം. ഇതേ സംഗതി തന്നെ നമ്മുടെ നിയമത്തിലുള്ളത്. ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമങ്ങളിലൊക്കെ ഈ സാധനമാണുള്ളത്. ഹൗ ടു ബി എ ഗുഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഹൗ ടു ബി എ ഗുഡ് സിറ്റിസൺ എന്നുള്ളത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈ രാജ്യത്തെ നല്ല പൗരനായാൽ നിങ്ങളൊരു നല്ല മനുഷ്യനാവും. അപ്പോൾ പിന്നെ നിങ്ങളൊരു നല്ല മനുഷ്യനാവാൻ നിങ്ങൾ മതം പഠിക്കുക, അല്ലെങ്കിൽ മതത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ള സ്കീമും, നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങളൊരു നല്ല സിറ്റിസൺ ആയാൽ മതി. സിമ്പിളാണ് കാര്യം, വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. ഇനി അല്ല, നിങ്ങളൊരു മതത്തിൽ ജീവിച്ചു, മതമനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഓക്കെ, ആ മതത്തിൽ പല പല പ്രശ്നങ്ങളും കാലങ്ങൾക്ക്, ഒരുപാട് കാലങ്ങൾക്ക് മുന്നുള്ള കാര്യങ്ങളായിരിക്കാം. പല മതങ്ങളിലും പല കാര്യങ്ങളും
കാലത്തിനനുസരിച്ച് മാറാത്ത കുറേ സാധനങ്ങളായിരിക്കും. അവിടെയാണ് മതങ്ങൾ ലാക്ക് ചെയ്യുന്നത്. കാലത്തിനനുസരിച്ച് മാറി വരുന്ന മാറ്റങ്ങളോടൊപ്പം പോകാൻ പറ്റുന്നതായിരിക്കണം മതങ്ങൾ. എന്നാലേ അതൊരു രാജ്യത്തിനും ഒരു പൗരനും അതിൽ നിന്നൊരു നല്ല കോൺട്രിബ്യൂഷൻ കിട്ടും. പക്ഷെ ഇവിടെ നടക്കുന്നതല്ല. ഏതോ കാലഘട്ടത്തിൽ ആരോ എഴുതി വെച്ച് ആരോ പറയടേ, ആരിൽ നിന്നാണ് ഇത്? ഇപ്പം ഞാൻ പറയാം, നബി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയുടെ ഇപ്പോഴുള്ള ആളുകൾക്ക് ഈ പുസ്തകത്തിലൊക്കെ എഴുതി വരുന്നത് എങ്ങനെ വരും? ലക്ഷക്കണക്കിന് ആളുകളിലൂടെ ഇങ്ങനെ കൊടുത്ത് കൺവേ ചെയ്ത് ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ നബി പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ പറഞ്ഞു, മറിച്ചയാൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരാളിൽ നിന്ന് ഇവിടെ ഒന്നും വേണ്ട. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് 10 രീതിയിലാവും മനസ്സിലാവുക. ഇവരിതിനി വേറെ ആളോട് പോയി പറയുമ്പോൾ അത് വേറെ 10 രീതിയിലായിരിക്കും. കോമൺ സെൻസ് ആണ്. ഇവിടെ ഒരു മതപണ്ഡിതനും, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു മതപണ്ഡിതനും ഒരു മതത്തിനെ കുറിച്ചിട്ടും വലിയ ക്ലാരിറ്റി ഇല്ല. അവരുണ്ടാക്കുന്ന ക്ലാരിറ്റിയാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. അവർ മനസ്സിലാക്കുന്ന, അവരുണ്ടാക്കുന്ന ക്ലാരിറ്റി അതാണ് നിങ്ങളിലേക്ക് തരുന്നത്. നിങ്ങൾ മതം പഠിച്ചു, വേറൊരാൾ പഠിപ്പിച്ച് തന്ന് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. നിങ്ങൾ മതം പഠിക്കുക, അതിനുള്ള മതഗ്രന്ഥങ്ങളുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ വായിച്ചോ. അല്ലാതെ വേറൊരാൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുമ്പോൾ അയാൾ പഠിച്ചതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അയാൾ പഠിച്ചത് ശരിയാവണമെന്നില്ല. മനസ്സിലായി? ഇപ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ബേസിക്കലി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. വി ഹാവ് ടീച്ചർ ഈസ് ജസ്റ്റ് എ ഗൈഡ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാണ്. മനസ്സിലായോ? ടീച്ചർ അതേസമയം ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ ഇന്നതാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അത് പഠിപ്പിച്ച് വരുമ്പോൾ ടീച്ചറുടെ ടീച്ചർ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോ അത് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് എവിടുന്ന? സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടുന്ന? ബുക്കിൽ നിന്നാണ്, എഴുതി വെച്ച് ഈ സാധനത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങളൊരു മതപണ്ഡിതനൊരു ഗൈഡായിട്ട് കാണും. നല്ലവരുമുണ്ട്, ബിസിനസ് ആക്കുന്നവരുമുണ്ട്. തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോ, മുന്നോട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നടക്കാം. ഓക്കെ ഫൈൻ, ഞാൻ പരിപാടി നിർത്തുകയാണ്. പൊങ്കാലകൾ ഞാൻ സ്വീകരിക്കുന്നതാണ് കമൻറ്റ് ബോക്സ്. ഓക്കെ ബൈ.